अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. हज़रत मसीह मौऊद अलैहिस्सलाम दुआ की हकीकत बयान। ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആയുടെ യാഥാർത്ഥ്യം വിവരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, ഒരു മനുഷ്യൻ ഭൗതികതയുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കേണ്ടതും അനിവാര്യമാണ്. പഞ്ചാബിൽ ഒരു ചൊല്ലുണ്ട്, ജോ മംഗെ സോ മറെ സോ മംഗഞ്ച. ആളുകൾ പറയുന്നു, ദുആ ചെയ്യുക, ദുആ ചെയ്യുക എന്നത് മരണം വരിക്കലാണ്. ഈ പഞ്ചാബി വരികളുടെ അർത്ഥം ഇതുതന്നെയാണ്. ആരിലാണോ അങ്ങേയറ്റത്തെ വേദനയുള്ളത് അയാളാണ് ദുആ ചെയ്യുന്നത്. ദുആയിൽ ഒരു മരണമുണ്ട്. മനുഷ്യൻ ഒരു വിധത്തിൽ മരിക്കുക എന്നത് തന്നെയാണ് അതിന്റെ ഒരു വലിയ ഫലം. ഉദാഹരണമായി, ഒരു മനുഷ്യൻ ഒരു തുള്ളി വെള്ളം കുടിച്ച് എന്റെ ദാഹം ശമിച്ചു എന്നോ അല്ലെങ്കിൽ അയാൾക്ക് വലിയ ദാഹമുണ്ടായിരുന്നുവെന്നോ വാദിക്കുകയാണെങ്കിൽ അയാൾ കളവ് പറയുന്നവനാണ്. പാത്രം നിറച്ചു കുടിക്കുകയാണെങ്കിൽ പറഞ്ഞ കാര്യം സത്യപ്പെടുത്തലായിരിക്കും. പൂർണമായ വിങ്ങലോടും ഉള്ളുരുക്കത്തോടും കൂടി ദുആ ചെയ്യുകയാണെങ്കിൽ, ഏതുവരെ എന്നാൽ ആത്മാവ് ഉരുകി ദൈവസമക്ഷത്തിൽ വീഴുമ്പോൾ, അതിന്റെ പേരാണ് ദുആ. അള്ളാഹുവിന്റെ സുന്നത്ത് ഇതാണ്. അത്തരത്തിലുള്ള ദുആ ഉണ്ടാകുമ്പോൾ മഹോന്നതനായ അള്ളാഹു ഒന്നുകിൽ അതിനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഉത്തരം നൽകുന്നു. അതായത് ഒന്നുകിൽ ദുആ സ്വീകരിക്കപ്പെടും, അതല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു തരും ഈ ദുആ ഈ വിധത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന്. ഇതാണ് ദുആയുടെ യാഥാർത്ഥ്യം. കേവലം ഉപരിപ്ലവമായ നിലയിൽ ദുആകൾ ചെയ്യാത്തവരും, മറിച്ച് അള്ളാഹുവിൽ പൂർണമായ വിശ്വാസം അർപ്പിച്ച് അള്ളാഹു ദുആകൾ സ്വീകരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നീട് ഈ വിശ്വാസത്തോടൊപ്പം പൂർണമായും ലയിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിൽ നിന്ന് ഏതെങ്കിലും കാര്യത്തിനായി സഹായവും മാർഗദർശനവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകണമെങ്കിൽ, ഇതെല്ലാം തന്നെ അപ്പോഴായിരിക്കും നടക്കുക എപ്പോഴാണോ തങ്ങളുടെ മുഴുവൻ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ കുമ്പിടുകയും അവന്റെ സമക്ഷത്തിൽ ദുആ ചെയ്യുകയും ചെയ്യുന്നത്. ഇന്നേവരേക്കും നമ്മുടെ അനുഭവം ഇതാണ്. അള്ളാഹു അത്തരം ദുആകൾ കേൾക്കുന്നു.
അതല്ലെങ്കിൽ ഈ വിധത്തിൽ മാർഗദർശനം നൽകുന്നു. या ऐसी रहनुमाई അത് ദുആ ചെയ്യുന്ന വ്യക്തിയുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ പോലും സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നു. फरमाली और तस्कीन के समान പിന്നീട് ദുആയുടെ മര്യാദകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദുആ വളരെ അത്ഭുതകരമായ ഒരു വസ്തുവാണ്. എന്നാൽ ദുഃഖം ഇതാണ്, ദുആ ചെയ്യുന്നവർക്ക് ദുആയുടെ മര്യാദകൾ അറിയില്ല എന്ന് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ ദുആ ചെയ്യുന്നവർക്ക് ദുആ സ്വീകരിക്കപ്പെടുന്ന മാർഗങ്ങളെക്കുറിച്ചും ബോധ്യമില്ല. പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, ദുആയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തികച്ചും അജ്ഞരായിത്തീർന്നിരിക്കുന്നു. ചിലർ പൂർണ്ണമായും ദുആയെ നിഷേധിക്കുന്നവരാണ്. എന്നാൽ ദുആയെ നിഷേധിക്കാത്തവർ അവരുടെ അവസ്ഥ, അവരുടെ ദുആകൾ ദുആയുടെ മര്യാദകളെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കാരണം സ്വീകരിക്കപ്പെടാറില്ല. കാരണം ദുആ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ദുആ ആയിത്തീരുന്നില്ല. അതായത് ദുആയുടെ മര്യാദകൾ അറിയുകയില്ല. അങ്ങനെ ദുആയുടെ മര്യാദകൾ അറിയാത്ത പക്ഷം ദുആ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതല്ല. പറയുന്നു, യാഥാർത്ഥ്യം ഇതാണ്, ദുആയുടെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ദുആ ചെയ്യാറില്ല. പറയുന്നു, അതുകൊണ്ട് തന്നെ അവർ ദുആ നിഷേധിക്കുന്ന ആളുകളുടെ അവസ്ഥയേക്കാൾ അധപ്പതിച്ച അവസ്ഥയിലാണ്. അവരുടെ പ്രവർത്തനപരമായ അവസ്ഥ മറ്റുള്ളവരെ നിരീശ്വരവാദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ദുആക്കായി ഏറ്റവും ആദ്യമായി വേണ്ടത്, ദുആ ചെയ്യുന്ന വ്യക്തി ഒരിക്കലും തളർന്ന് നിരാശനായി പോവുകയോ അല്ലാഹുവിൽ ദുർധാരണ വെച്ചു പുലർത്തുന്നവനായി തീരുകയോ ചെയ്യരുത്. ഇനി ഒന്നും തന്നെ നടക്കുന്നതല്ല എന്ന ചിന്ത ഉണ്ടാവരുത്. അല്ലാഹുവിൽ ദുർധാരണ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇനി ഒന്നും നടക്കുകയില്ല, ഞാൻ ഒരുപാട് കാലം ദുആ ചെയ്തു എന്നെല്ലാം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആയുടെ മര്യാദയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ഈ ഗ്രാഹ്യം നമുക്ക് നൽകുകയുണ്ടായി. ഏറ്റവും കൂടുതലായി അവിടുന്ന് നേരിട്ട് ശിക്ഷണം നൽകിയ തന്റെ സഹാബാക്കൾക്ക് നൽകുകയുണ്ടായി. എന്ന് മാത്രമല്ല, അവിടുത്തെ ആഗമനത്തോടുകൂടി ലോകത്തുണ്ടായ കോലാഹലത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അവൻ അള്ളാഹു പരിഷ്കരണം ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികൾക്കും ദുആയുടെ യാഥാർത്ഥ്യവും മര്യാദകളും മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിലുള്ള വിശ്വാസം അവരിൽ കൂടുതൽ ദൃഢമുള്ളതായി തീർന്നു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം സ്വായത്തമാക്കിയ ഏതാനും സഹാബാക്കളെ കുറിച്ച് സ്മരിക്കുന്നതായിരിക്കും. ആരാണോ ദുആയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും പിന്നീട് അള്ളാഹു അവർക്ക് അവരുടെ ദുആയുടെ സ്വീകാര്യതയുടെ ദൃശ്യം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് മുഖേന അവരുടെ ഈമാനും ദൃഢമുള്ളതായി തീർന്നു. അവർ മറ്റുള്ളവരുടെ ഹിദായത്തിനും കാരണമായി തീർന്നു. ഹസ്രത്ത് മിയാ മുഹമ്മദ് നവാസ് ഖാൻ സാഹിബ് വിവരിക്കുന്നു, 1906 ഇവിടെ സിയാൽകോട്ടിൽ രൂക്ഷമായ നിലയിൽ പ്ലേഗ് പടർന്നു പിടിച്ചിരുന്നു. മാസിക മുടങ്ങി. എല്ലായിടങ്ങളിലും ശവങ്ങൾ മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. മൗലവി മുബാറക് സാഹിബ് സദറിൽ മൗലാ ബക്ഷ് സാഹിബിന്റെ വീട്ടിൽ ദർസ് നൽകുകയായിരുന്നു. ഞാൻ കിടക്കുകയായിരുന്നു. എനിക്കും പ്ലേഗിന്റെ ഒരു കുരു പൊന്തി വന്നു. ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാൻ നിന്റെ നിയോഗിതനെ വിശ്വസിച്ചിരിക്കുന്നു. എനിക്കും ഒരു കുരു പൊന്തി വന്നിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇല്ലാതായിത്തീരും. എന്നാൽ അല്ലാഹുവിന്റെ ശക്തിപ്രഭാവം, രാവിലെ ആ കുരു അപ്രത്യക്ഷമായി. എനിക്ക് മുഹമ്മദ് ഷാ എന്നു പേരുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാളെ ഞാൻ കണ്ടു. അയാൾ മരിച്ചു കിടക്കുകയായിരുന്നു. ഞാനും മുഹമ്മദ് ഷായും ഒരു റൂമിലാണ് താമസിച്ചിരുന്നത്. ഹസ്രത്ത് ഖലീഫ നൂറുദ്ദീൻ സാഹിബ് സപ്ന ജമ്മു വിവരിക്കുന്നു, ഞാൻ ഒരിക്കൽ ജമ്മുവിൽ നിന്ന് കാൽനടയായി ഗുജറാത്ത് വഴി കശ്മീരിലേക്ക് പോയി. വഴിയിൽ ഗുജറാത്തിന് സമീപം ഒരു വനത്തിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി എന്ന ദുആ വളരെയധികം ഉള്ളുരുക്കത്തോടുകൂടി ചൊല്ലി. അല്ലാഹുവേ, എന്റെ അവസ്ഥ നീ ശരിയാക്കി തരണമേ. അതിനുശേഷം അല്ലാഹു എന്റെ ജീവനോപായത്തിനുള്ള മാർഗം
ഈ വിധത്തിൽ സംവിധാനം ചെയ്യുകയുണ്ടായി. എനിക്കൊരിക്കലും പ്രയാസമുണ്ടായിട്ടില്ല. പ്രത്യേകമായ ഒരു വ്യാപാരവും ചെയ്യാതിരുന്നിട്ട് പോലും അദൃശ്യത്തിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ എന്റെ പക്കൽ വരാറുണ്ടായിരുന്നു. ഹദ്റത്ത് അമീർ ഖാൻ സാഹിബ് വിവരിക്കുന്നു, 1915 ഞാൻ കുടുംബസമേതം കാദിയാനിൽ ആയിരുന്നപ്പോൾ എന്റെ കുട്ടി അബ്ദുള്ള ഖാന് പ്ലേഗ് പിടിപെട്ടു. 2 ദിവസത്തെ പനി ഇത്രമാത്രം രൂക്ഷമായി. ഞാൻ വൈകുന്നേരം 4 മണിക്ക് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അവന്റെ അവസ്ഥ അങ്ങേയറ്റം ഭയാനകവും ആശങ്കാകുലവുമായിരുന്നു. അന്ന് എനിക്ക് ഈ ഒരു കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. മാതാവ്, അതായത് കുട്ടിയുടെ മാതാവ്, ഒരുപാട് ദിവസമായി അവന്റെ അവസ്ഥ കണ്ട് അസ്വസ്ഥ ചിത്തയായിരുന്നു. എന്നെ കണ്ട ഉടനെ തന്നെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. പിന്നീട് കുട്ടിയെ എന്റെ അടുക്കൽ തന്നു. ശക്തമായ ചൂടുകാലം, വീടിന്റെ പരിമിതി, ഏകാന്തത എന്നിവയെല്ലാം ഭയത്തെ കൂടുതൽ ഇരട്ടിപ്പിക്കുന്നതായിരുന്നു. വീടിന്റെ ബുദ്ധിമുട്ട്, ചൂടുകാലം, ഒറ്റയ്ക്ക്, അതോടൊപ്പം കുട്ടി വളരെയധികം രോഗി, അതുകൊണ്ട് ഭയം കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പറയുന്നു, ഞാൻ കുട്ടിയെ എടുത്ത് തോളിലിട്ടു. കുട്ടിയുടെ ആശങ്കാവസ്ഥയും തന്റെ നിസ്സഹായാവസ്ഥയും ഓർത്ത് അനിയന്ത്രിതമായി കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഈ ദുഃഖാവസ്ഥയിൽ കൂടെ കൂടെ ഈ ദുആഇയ വചനങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട അല്ലാഹുവേ, ഈ ബലഹീനാവസ്ഥയിൽ നിന്നെ കൂടാതെ ദുഃഖത്തിൽ നിന്ന് മോചിക്കുന്നവനോ വൈദ്യനോ ആയി ആരും തന്നെയില്ല. കേവലം നിന്റെ ഒരു അസ്തിത്വം മാത്രമാണ് രോഗശമനം നൽകുന്നതായിട്ടുള്ളത്. ചുരുക്കത്തിൽ ഞാൻ ഈ ചിന്തയിൽ ഈ വിധത്തിൽ മുഴുകി അവിചാരിതമായി പെട്ടെന്ന് ഹൃദയത്തിൽ നീ വിശുദ്ധ ഖുർആനിലെ ദുആ ആയ ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന ദുആ ചൊല്ലിക്കൊണ്ട് കുട്ടിയുടെ തലയിൽ നിന്ന് കൈകൊണ്ട് തടവി താഴെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, പല പ്രാവശ്യം അപ്രകാരം ചെയ്യുകയും ചെയ്യുക എന്ന് ഇട്ടുതന്നു. അങ്ങനെ ഞാൻ നിറഞ്ഞ നയനങ്ങളുമായി കരഞ്ഞുകൊണ്ട് ഈ വിധത്തിൽ ചെയ്യാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കുട്ടിയുടെ പനി മാറി. പ്ലേഗിന്റെ കുരു മാത്രം ബാക്കിയായി. അത് അടുത്ത ദിവസം ഓപ്പറേഷൻ ചെയ്തതുമൂലം പൊട്ടിപ്പോയി. 4-5 ദിവസങ്ങൾ കൊണ്ട് കുട്ടിക്ക് പൂർണ്ണമായും രോഗശമനം ലഭിച്ചു. ഹദ്റത്ത് ചൌധരി ആമിർ മുഹമ്മദ് ഖാൻ സാഹിബ് വിവരിക്കുന്നു, ഞാൻ ഗുരുദാസ്പൂരിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായി ഒരു ദീർഘകാലം കഴിയുകയും 3 പ്രാവശ്യം കാൽപാദത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോലും കാൽ സുഖം പെട്ടില്ല. ഒരു ദിവസം സൽസ്വഭാവിയായ വളരെ കരുണഹൃദയരായ മിസ് സാഹിബ, അതായത് ഇംഗ്ലീഷുകാരി നഴ്സ്, എന്നോട് പറഞ്ഞു, താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഞെരിയാണിക്ക് താഴെ കാലുകൾ മുറിച്ചു കളയാം. കാരണം ഇത് സുഖപ്പെടുന്നില്ല. ഗ്രീൻ ഗ്രെയിൻ പോലുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രോഗം ഞെരിയാണിക്ക് മുകളിൽ വ്യാപിക്കാതിരിക്കാനായി ഞാൻ വീട്ടുകാരോട് അഭിപ്രായം ആരാഞ്ഞ് അതിന് അനുവാദം നൽകി. അപ്പോൾ മിസ് സാഹിബ ഭാര്യയെ കാലുമുറിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. അല്ല, ഇവിടെ ഓപ്പറേഷൻ നടക്കേണ്ടിയിരുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടേതാണ്. ഞാൻ കൂടെ പോകാൻ മിസ് സാഹിബയുടെ അനുവാദം ആരാഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, താങ്കൾ ഇവിടെ തന്നെ നിന്നാലും. അതുകൊണ്ട് ഞാൻ വുളു ചെയ്ത് നഫലിന്റെ നിയ്യത്ത് ചെയ്തു, ദുആയിൽ മുഴുകി ഭാര്യയെ ഓപ്പറേഷൻ നടത്തുന്നതിനായി കൊണ്ടുപോയി. പറയുന്നു, ഞാൻ അവിടെ നഫലിലും ദുആയിലും മുഴുകി ഹൃദയം ഈ ചിന്തയിലേക്ക് പോയി, അല്ലാഹുവേ, നിന്റെ അസ്തിത്വം എല്ലാ കാര്യത്തിനും കഴിവുള്ളതാണ്. നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ചെയ്യാൻ സാധിക്കും. നീ ഈ സമയത്ത് കാല് മുറിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തണം. കാരണം കാൽ മുറിക്കേണ്ടി വന്നാൽ മുഴുവൻ ആയുസ്സും അതൊരു ന്യൂനതയായി നിലനിൽക്കും. നിന്റെ മുന്നിൽ ഒരു കാര്യവും അസാധ്യമല്ല. ഈ ഒരു ചിന്തയോടുകൂടി സുജൂദ് ചെയ്തുകൊണ്ട് ദുആയിൽ അങ്ങേയറ്റം വിങ്ങലോടും വേദനയോടും കൂടി മുഴുകി. അങ്ങനെ ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു അശരീരി കേട്ടു, ലാ തഖ്നതു ബിറഹ്മത്തില്ലാ. ഈ ശബ്ദത്തോടൊപ്പം ഞാൻ സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ഞാൻ കാണുന്നതെന്താണ്? മിസ് സാഹിബ, ആ നേഴ്സ്, എന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. വന്ന ഉടനെ പറഞ്ഞു, സിവിൽ സർജൻ സാഹിബ് പറയുന്നു, ഇപ്രാവശ്യം ഞാൻ സ്വയം മുറിവ് വൃത്തിയാക്കാം. കാൽ മുറിക്കേണ്ടതായിട്ടില്ല. കാരണം കാൽ എപ്പോഴാണെങ്കിലും മുറിക്കാം.
അതായത് കാൽ പിന്നീട് വേണമെങ്കിലും മുറിച്ചു കളയാം. എന്നാൽ മുറിച്ചു കളഞ്ഞ കാൽ ലഭിക്കൽ അസാധ്യമാണ്. ഞാൻ അള്ളാഹുവിന്റെ ശക്തിപ്രഭാവത്തിലും അപാരമായ കാരുണ്യത്തിലും എന്റെ ജീവിതം 100 പ്രാവശ്യം തണ്ടമാക്കുന്നു. ആരാണോ അങ്ങേയറ്റം നിസ്സാരമായ ഒരുവനിൽ അത്തരം ഒരു സങ്കീർണാവസ്ഥയിൽ ലാ തഖ്നുതു എന്ന സന്തോഷവാർത്ത കൊണ്ട് അത്ഭുത ദൃഷ്ടാന്തം പ്രകടിപ്പിച്ചത്, അങ്ങനെ കാലുമുറിക്കുന്നതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഹസ്രത്ത് അമീർ ഖാൻ സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ 1925 ചിലവ് കൂടുതൽ കാരണം അഞ്ചുമനിൽ ചിലവ് ചുരുക്കലുണ്ടായി. ഞാനും ചിലവ് ചുരുക്കലിന്റെ പരിധിയിൽ വന്നു. വീട്ടു ചിലവുകൾ എന്നെ വളരെയധികം വ്യാകുലചിത്തനാക്കി. ഞാൻ ഈ ബുദ്ധിമുട്ടിൽ അള്ളാഹുവിന്റെ സമക്ഷമല്ലാതെ മറ്റൊരു സഹായിയെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവന്റെ സമക്ഷത്തിൽ വീണു. ഏതുവരെ എന്നാൽ റംസാൻ മുബാറക്ക് വന്നു. അതിൽ കൂടുതൽ ദുആ ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. പിന്നീട് ഇത്തികാഫിൽ കൂടുതൽ ഉള്ളൊരുക്കത്തോടും വേദനയോടും കൂടി ദുആ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. അപ്പോൾ ഇൽഹാമുണ്ടായി. അദ്ദേഹത്തിന് പഞ്ചാബിയിലാണ് ഇൽഹാമുണ്ടായത്. ദം വട്ട് ജമാന കട്ട് ഭലേ ദിൻ ആവേങ്കെ. എന്നാൽ ഈ സന്തോഷ വാർത്ത ലഭിച്ചും അനേകം ദിവസം കഴിഞ്ഞിട്ടും ബുദ്ധിമുട്ട് വളരെ അധികമാവുകയും ചെയ്തു. അപ്പോൾ സന്തോഷ വാർത്ത ലഭിച്ചു. ഫാർസിയിൽ ഗം മഖൂസ് ആഹേൻ തരീൻ തശ്വീഷ് കുർബെ വസൽ യാറെ മേ ബീനം. അങ്ങനെ ഈ സന്തോഷ വാർത്തക്ക് ഏകദേശം ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹു എനിക്ക് മകനെ നൽകി. അവന്റെ പേര് മഹ്മൂദ് അഹമ്മദ് എന്നാണ്. അതിനുശേഷം ഞാൻ 1926 ഓഗസ്റ്റിൽ സൈന്യത്തിൽ 90 രൂപ ശമ്പളത്തിൽ സബ് ഇൻസ്പെക്ടറായി, അതായത് അള്ളാഹു 90 രൂപ മാസശമ്പളമായി നൽകി. ഹസ്രത്ത് ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ് ഹസ്രത്ത് ചൌധരി റുസ്തം അലി സാഹിബിനോടൊപ്പമുള്ള തന്റെ ഒരു യാത്രയെക്കുറിച്ച് വിവരിക്കുന്നു. ഞാനും ചൌധരി സാഹിബും 2-3 മറ്റ് അഹമ്മദികളും ഒരു കുതിരവണ്ടിയിൽ ഇരുന്ന് കാദിയാനിൽ എത്തിച്ചേർന്നു. ഈ റോഡ് ആദ്യമായിട്ടാണ് കണ്ടിരുന്നത്. ഇത്രമാത്രം കുലുക്കമുണ്ടായിരുന്നു. അള്ളാഹു സമാധാനത്തിലാക്കട്ടെ. ശരീരം തകരുകയായിരുന്നു. മുഴുവൻ വഴിയിലും കുഴിയായിരുന്നു. റോഡായിരുന്നില്ല, മറിച്ച് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു കിടങ്ങായിരുന്നു. അതിനുശേഷം പിന്നീട് റെയിൽ തയ്യാറാകുന്നതുവരെ ഇതേ വഴിയിലൂടെ തന്നെ ചിലപ്പോൾ കുതിരവണ്ടിയിലും ചിലപ്പോൾ കാൽനടയായിക്കൊണ്ടും കാദിയാനിൽ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ കാദിയാനിലെത്തി അതിഥി മന്ദിരത്തിൽ ഞങ്ങൾ താമസിച്ചു. അതിനുശേഷം ഞാനും ചൌധരി സാഹിബും ഹസ്രത്ത് അഖ്ദസിന്റെ സമക്ഷത്തിൽ ഹാജരായി. ഹസ്രത്ത് സാഹിബ് ഇപ്പോഴുള്ള മസ്ജിദ് മുബാറക്കിന്റെ ടെറസിന്റെ വടക്ക് ഭാഗത്ത് വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പള്ളിയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇരിക്കുകയായിരുന്നു. ഏകദേശം 10-12 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മൗലവി ഹക്കീം നൂറുദ്ദീൻ സാഹിബും മൗലവി അബ്ദുൽ കരീം സാഹിബും ഉണ്ടായിരുന്നു. കൈകൊടുത്തതിനു ശേഷം ചൌധരി സാഹിബ് എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഒരു തുച്ഛമായ സംഖ്യ റുമാലിൽ കെട്ടി ഹദ്രത്ത് സാഹിബിന്റെ സമക്ഷത്തിലേക്ക് നൽകി. ഹുസൂർ റുമാൽ വാങ്ങിവെച്ചു. കുറച്ചു സമയത്തിനു ശേഷം എന്റെ അപേക്ഷയനുസരിച്ച് ഹുസൂർ എന്റെ ബയ്യത്ത് വാങ്ങി. ബയ്യത്ത് ചെയ്തതിനു ശേഷം കൂടിയിരുന്നവരെല്ലാം ദുആ ചെയ്തു. പിന്നീട് ഹദ്രത്ത് സാഹിബിനോട് വിട പറഞ്ഞതിനു ശേഷം ഞങ്ങൾ ഉറച്ചതല്ലാത്ത വഴിയിലൂടെ ബട്ടാലയിൽ എത്തിച്ചേർന്നു. പിന്നീട് ബട്ടാലയിലൂടെ റെയിൽ മാർഗം തങ്ങളുടെ വീട്ടിലും എത്തി. ബട്ടാല പട്ടണത്തിലെത്തിയപ്പോൾ, കാരണം ഞങ്ങൾ വീട് നിർമ്മാണം ഇടയ്ക്ക് ഉപേക്ഷിച്ചാണ് കാദിയാനിലേക്ക് പോയിരുന്നത്, അദ്ദേഹം ആ ദിവസങ്ങളിൽ തന്റെ വീട് നിർമ്മിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ചെത്തിയതിനു ശേഷം വീട് നിർമ്മാണം വീണ്ടും തുടങ്ങി. താഴത്തെ നില തയ്യാറാവുകയും മുകളിലെ നിലയുടെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് രോഗിയായി. പനിയുടെ ചൂട് 104 ഡിഗ്രി വരെ എത്തി. ഇങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞുപോയി. ചൌധരി റുസ്തം അലി സാഹിബ് ദിവസേന അവസ്ഥ അറിയുന്നതിനായി വരികയും സമാധാനിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പറയുമായിരുന്നു, ഞാൻ ഹദ്രത്ത് സാഹിബിന് ദിവസേന ദുആക്കായി എഴുതാറുണ്ട്. ഒരു ദിവസം പകൽ എനിക്ക് സ്വപ്നത്തിൽ അറിയാൻ കഴിഞ്ഞു, എന്റെ വഫാത്തായ സഹോദരി പറയുന്നു, ദുആ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണു തുറന്നപ്പോൾ ഞാൻ എന്റെ ഭാര്യയോടും എന്റെ സഹോദരനോടും ആൺകുട്ടികളോടും പറഞ്ഞു, സഹോദരി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു ദുആ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? അതിനുശേഷം പനിയുടെ ചൂട് കൂടുതൽ കൂടാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ദിവസം അബോധാവസ്ഥയിലായി. വീട്ടുകാരെല്ലാവരും നിരാശരായി. പ്രത്യേകിച്ച് ചൌധരി റുസ്തം അലി സാഹിബ് മർഹൂമിന് ഒരുപാട് ആശങ്കയുണ്ടായി. അഥവാ ഈ സമയത്ത് മരണം സംഭവിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും ഇത് ബയ്യത്ത് ചെയ്തതിന്റെ ഫലമാണ്.
വീട്ടുകാരിൽ വളരെ മോശമായ സ്വാധീനമുണ്ടാവും. അദ്ദേഹത്തോടൊപ്പം ബയ്യത്ത് ചെയ്ത സുഹൃത്തുക്കളിലും ചൌധരി സാഹിബ് മർഹൂം ദുആയിൽ മുഴുകി ആരോഗ്യത്തിനായി ദിവസേന ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എഴുതിക്കൊണ്ടിരുന്നു. അള്ളാഹുവിനു നന്ദി, എനിക്ക് ശമനം ലഭിക്കാൻ തുടങ്ങി. 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ഞങ്ങൾ പെരുന്നാൾ നമസ്കാരം കടകളിൽ വെച്ച് അനുഷ്ഠിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തന്നതുപോലെ ദുആ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് പൂർത്തിയായി. ഹദ്റത്ത് ഹാഫിസ് മുബാറക് അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഹദ്റത്ത് ഖലീഫ അവൽ ഹദ്റത്ത് മൗലവി ഖാൻ മലിക് സാഹിബിനെ പ്രത്യേകം ബഹുമാനിക്കാറുണ്ടായിരുന്നു. അതിനുള്ള കാരണം മൗലവി ഖാൻ മലിക് സാഹിബ് പറയാറുണ്ടായിരുന്നത്, മൗലവി സാഹിബ് എന്നോട് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പറയാറുണ്ടായിരുന്നു, താങ്കൾ ദുആ ചെയ്താലും ഞാൻ ഒരു വലിയ ആളായിത്തീരുന്നതിനു വേണ്ടി. വലിയ ആളാവുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദീനിൽ പുരോഗമിക്കുക എന്നതാണ്. പറയുമായിരുന്നു, ഹദ്റത്ത് ഖലീഫ അവലിന്റെ ഈ വാക്കുകൾ കേട്ട് ഞാൻ അദ്ദേഹത്തിനു വേണ്ടി വളരെയധികം ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ മൗലവി സാഹിബിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ സ്വീകാര്യതയുടെ ലക്ഷണം കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒരു വലിയ മതപണ്ഡിതനായിത്തീരും. ഇതായിരുന്നു കാരണം. അദ്ദേഹത്തിന്റെ ദുആയുടെ ഫലമായി എനിക്ക് ദീനിന്റെ വലിയ സ്ഥാനം ലഭിച്ചു. അബ്ദുല്ല സാഹിബിന്റെ മകനായ ഹദ്റത്ത് അബ്ദുസത്താർ സാഹിബ് വിവരിക്കുന്നു, ഹുസൂറിന്റെ പ്രവചനം അഫത്തി ദിയാറു മഹില്ലുഹ വ മഖാമുഹ എന്നതിനു ശേഷം, അതായത് താൽക്കാലിക വാസസ്ഥലവും സ്ഥിരവാസസ്ഥലവും തുടച്ചു നീക്കപ്പെടുന്നതായിരിക്കും. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഇൽഹാമായിരുന്നു. പറയുന്നു, ഇതിനുശേഷം ഭൂകമ്പത്തിന് 3 ദിവസം മുമ്പ് എനിക്ക് സ്വപ്നമുണ്ടായി. ഹുസൂർ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കട്ടിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമക്കാർ എന്നെ ക്രൂരമായ നിലയിൽ പീഡിപ്പിക്കുന്നു, താങ്കൾ എനിക്കായി ദുആ ചെയ്താലും. ഇത് കേട്ട് ഹുസൂർ പഞ്ചാബിൽ തന്നെ പറഞ്ഞു, മേത്തെ യഹോയ് കാം കർണ, അതായത് ഞാൻ ഇതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഹുസൂറിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്താലും. അപ്പോൾ ഹുസൂർ സ്വപ്നത്തിൽ എന്റെ ഇടതു കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു കൈകൊണ്ട് തന്നെ ദുആ ചെയ്യാൻ തുടങ്ങി. ഞാൻ 2 കൈകൊണ്ടും ദുആ ചെയ്യാൻ തുടങ്ങി. ദുആ ചെയ്യവേ വളരെ വലിയ ഭൂകമ്പമുണ്ടായി. ഞാൻ വീഴാൻ പോവുകയായിരുന്നു. ഞാൻ ഹുസൂറിനെ ശക്തിയോടുകൂടി കൂട്ടിപ്പിടിച്ചു, കെട്ടിപ്പിടിച്ചു. പറയുന്നു, കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കെ എനിക്ക് നുര വരാൻ തുടങ്ങി. അതിരാവിലെ ഞാൻ കാദിയാനിൽ വന്നു. ഹുസൂർ വലിയ തോട്ടത്തിൽ ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്നു. ഞാൻ ടെന്റിലേക്ക് ചെന്നപ്പോൾ ഹുസൂർ പുറത്ത് ഉലാത്തുകയായിരുന്നു. ഞാൻ സലാം ചൊല്ലി കൈകൊടുത്തു. ഞാൻ പറഞ്ഞു, ഹുസൂർ, ഞാൻ ഒരു സ്വപ്നം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹുസൂർ അതിന് അനുവാദം നൽകി. ഞാൻ ഈ സ്വപ്നം ഹുസൂറിന് കേൾപ്പിച്ചു. അപ്പോൾ ഹുസൂർ നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും എന്ന വാക്ക് ഏകദേശം 3 പ്രാവശ്യം ഉരുവിട്ടു. പറയുന്നു, അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ പ്ലേഗ് പിടിപെട്ടു. എന്റെ ഭാര്യക്കും മകൾക്കും 2 പേർക്കും പ്ലേഗ് പിടിപെട്ടു. അപ്പോൾ ജനങ്ങൾ പറയാൻ തുടങ്ങി, ഇവിടെ ദിവസവും 10ഉം 12ഉം ആളുകൾ മരിക്കുന്നു. അഥവാ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായി ആര് കബർ കുഴിക്കും? കാരണം അഹമ്മദികളുടെ സമീപത്തേക്ക് ആരും വരുന്നതല്ല. നിങ്ങളുടെ മയ്യത്ത് ആരെടുക്കും? ആര് കുളിപ്പിക്കും? ഇത് കേട്ടപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഞങ്ങളെ അള്ളാഹുവിൽ ഏൽപ്പിക്കുക. എന്റെ ഭാര്യ മരണാസന്നാവസ്ഥയിലെത്തി. ഞാൻ വുളു എടുത്ത് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഇങ്ങനെ ദുആ ചെയ്തു, നാഥ, ഞങ്ങളുടെ കബർ കുഴിക്കാൻ പോലും ആരുമില്ല, മയ്യത്ത് എടുക്കാനും കുളിപ്പിക്കാനും ആരുമില്ല. അപ്പോൾ എന്റെ പക്കൽ ഓറഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ അത് തൊലികളഞ്ഞ് എന്റെ ഭാര്യയുടെ വായിൽ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. അവൾക്ക് അത് കഴിച്ചപ്പോൾ ഭാര്യയ്ക്ക് വയറിളക്കമുണ്ടായി. അതോടൊപ്പം അവളുടെ പനി കുറഞ്ഞു. എന്റെ മകളുടെ വ്രണത്തിനു മുകളിൽ ആഗ് എന്ന ചെടിയുടെ നീര് പുരട്ടിയപ്പോൾ അവൾക്കും സുഖം ലഭിച്ചു. പിന്നീട് അള്ളാഹുവിനു മുന്നിൽ ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. പഞ്ചാബിൽ ദുആ ചെയ്തു. ഞാൻ അൽഹംദു ചൊല്ലി. അപ്പോൾ എന്റെ നാവിൽ ഈ വാക്കുകൾ സ്വയം വന്നുകൊണ്ടിരുന്നു, കുൽ സീറു ഫിൽ അർളി കൈഫ കാന ഹാഫിലു അലൈഹി. അങ്ങനെ എന്റെ ഭാര്യയും മകളും രക്ഷപ്പെട്ടു. അപ്പോൾ എനിക്ക് ഹുസൂറിന്റെ വാക്കുകൾ ഓർമ്മ വന്നു, നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് 3 പ്രാവശ്യം പറഞ്ഞിരുന്നു, നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും, നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ രക്ഷപ്പെട്ടു. ഹദ്റത്ത് മീർ മുഹമ്മദ് ഹുസൈൻ സാഹിബ് വിവരിക്കുന്നു, ഒരു ദിവസത്തെ കാര്യമാണ്. ഞാൻ സുബഹി നമസ്കരിച്ച് മസ്ജിദ് മുബാറക്കിൽ നിന്നും പീർ സിറാജുൽ ഹഖ് സാഹിബിനോടൊപ്പം അദ്ദേഹത്തിന്റെ വീടിന്റെ ഗോവണിയിൽ നിൽക്കുകയായിരുന്നു. പീർ സാഹിബ് ഏതോ ഒരു വലിയ കഥ പറയുകയായിരുന്നു. എനിക്ക് അദൃശ്യത്തിൽ കമ്പി സന്ദേശം മുഖേന അറിയാൻ കഴിഞ്ഞു, എന്റെ ജീവൻ അപകടത്തിലാണ്. അതായത് ഒരു തോന്നലുണ്ടായി. ഞാൻ ഈ ദിവസങ്ങളിൽ
ഹദ്രത്ത് സാഹിബിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു. ഞാൻ അവിടെ നിന്നോടി. എനിക്ക് മുന്നിൽ മുഹമ്മദ് അക്ബർ ഖാൻ സന്നോഹരി കുറച്ച് സാധനങ്ങൾ വാങ്ങി മുറ്റത്തേക്ക് പ്രവേശിച്ചു. അതേസമയം മുന്നിൽ നിന്ന് ഹസ്രത്ത് അക്ദസ് താഴെ വരികയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, മിയാ മെഹദി ഹുസൈൻ ഉണ്ടോ? അക്ബർ ഖാൻ പറഞ്ഞു, ഇല്ല, ഏതെങ്കിലും കടയിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഉടനെ വിളിച്ചു പറഞ്ഞു, ഹുസൂർ, ഞാൻ ഹാജിറാണ്. അക്ബർ ഖാൻ സാഹിബ് പറഞ്ഞു, ഇപ്പോൾ എവിടെ നിന്നെങ്കിലും വന്നതായിരിക്കും. ഇത് കേട്ട് ഹുസൂർ എന്നോട് കൽപ്പിച്ചു, ഈ വിശുദ്ധ ഖുർആൻ കൊണ്ടുപോയി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്ത് അന്വേഷിച്ച് അതിൽ അടയാളപ്പെടുത്തി കൊണ്ടുവരിക. പറയുന്നു, ആ സമയത്ത് ഞാൻ ഈ ഒരവസ്ഥയിൽ മുഴുകി. ഞാൻ ആഗ്രഹിച്ചു, ഏതൊരു ആയത്താണോ ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തിരയുന്നത് അത് ഞാൻ തന്നെ കാണിച്ചു കൊടുക്കണം. എന്നാൽ അറിയുമായിരുന്നില്ല, ഇത് സാധ്യമായി തോന്നിയിരുന്നില്ല. ഞാൻ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ദുആ ചെയ്തു. ഉടനെ ദുആ ഈ വിധത്തിൽ സ്വീകരിച്ചു. പറയുന്നു, ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ദുആ ചെയ്തു, അള്ളാഹുവെ, ആ ആയത്ത് എനിക്ക് തന്നെ പറഞ്ഞു തന്നാലും. ഇപ്രകാരം ദുആ ചെയ്ത് ഞാൻ വിശുദ്ധ ഖുർആൻ തുറന്നപ്പോൾ എന്റെ ആദ്യത്തെ ദൃഷ്ടി തന്നെ ആ ആയത്തിൽ പതിഞ്ഞു. ഏതൊന്നാണോ ഹദ്റത്ത് അക്ദസിന് ആവശ്യമുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, ഹുസൂർ, ആയത്ത് ഇതാ ഇവിടെയുണ്ട്. പറഞ്ഞു, അതെ, ഹക്കീം ഫസലുദ്ദീൻ സാഹിബിനോട് ചോദിച്ചു വരുന്നു. ഹക്കീം ഫസലുദ്ദീൻ സാഹിബിന്റെ അടുത്തേക്ക് അദ്ദേഹത്തെ കൊണ്ട് തിരഞ്ഞെടുപ്പിക്കാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു, ഹുസൂർ, ആയത്ത് ഇവിടെയുണ്ട്. വീണ്ടും അവിടുന്ന് പറഞ്ഞു, അതെ, ഹക്കീം ഫസലുദ്ദീൻ സാഹിബിനോട് ചോദിച്ചു വരൂ. ഞാൻ വീണ്ടും പറഞ്ഞു, ഹുസൂർ, ആയത്ത് ഇവിടെയുണ്ട്. അപ്പോൾ ഹക്കീം ഫസലുദ്ദീൻ സാഹിബിനോട് പിന്നെ എന്ത് ചോദിക്കണം? ഹുസൂർ പിന്നീട് എന്റെ കയ്യിൽ നിന്നും വിശുദ്ധ ഖുർആൻ വാങ്ങി ആ ആയത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, ഇതുതന്നെയാണ്. പിന്നീട് അവിടുന്ന് മുകളിലേക്ക് പോയി. ഹദ്റത്ത് ഹാഫിസ് ഗുലാം റസൂൽ സാഹിബ് വസീറാബാദി വിവരിക്കുന്നു, എനിക്കും കൃത്യവും വ്യക്തവുമായ നിലയിൽ ഓർമ്മയില്ല. ഒരു കണക്കിന് ഈ കാര്യം ഓർമ്മ വരുന്നു. മുകളിൽ പരാമർശിച്ച സംവാദത്തിന് ശേഷം ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാഗത്തു നിന്ന് ഒരു വിളംബരം ഉണ്ടായി. അത് ജലസയെക്കുറിച്ചായിരുന്നു. അതിൽ ഹദ്റത്ത് സാഹിബിന്റെ എന്റെ പ്രബന്ധം ഏറ്റവും ഉന്നതമായിരിക്കും എന്ന ഇൽഹാം രേഖപ്പെട്ട് കിടന്നിരുന്നു. അത് ഇസ്ലാം മത തത്വജ്ഞാനത്തെക്കുറിച്ചായിരുന്നു. ഞാൻ അപ്പോൾ ഏതോ കാരണം കൊണ്ട് രോഗിയായിരുന്നു പറയുന്നു. എന്നാൽ ഇത് വലിയ ഒരു വാദമായിരുന്നു. വളരെയധികം ബലഹീനത ഉണ്ടായിരുന്ന രോഗമായിരുന്നു. ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം എന്റെ പ്രബന്ധം എല്ലാവരെക്കാളും ഉന്നതമായിരിക്കും എന്ന വാദം വളരെ വലിയ ഒന്നായിരുന്നു. ഈ കാര്യം ദൈവിക സഹായമില്ലാതെ ആർക്കാണ് പറയാൻ സാധിക്കുക? പറയുന്നു, ലാഹോറിൽ ഉണ്ടായിരുന്ന എന്റെ ഒരു അഹ്ലെ ഹദീസ് മൗലവിയെയും കൂട്ടി വീണൂരുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടി ജലസാഗാഹിലെത്തി. മൗലവി സനാഉല്ലായുടെയും മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി എന്നിവരുടെയും പ്രസംഗം കേട്ടു. എന്നാൽ എല്ലാം തന്നെ അരോചകവും കഴമ്പില്ലാത്തതുമായിരുന്നു. എന്നാൽ ഹദ്റത്ത് മിർസ സാഹിബിന്റെ പ്രബന്ധം തുടങ്ങിയപ്പോൾ സൂചി കുത്താൻ സ്ഥലമുണ്ടായിരുന്നില്ല. ശ്രോതാക്കൾ ഇത്രമാത്രം നിശബ്ദരായിരുന്നു. ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. ഏതുവരെ എന്നാൽ ചില മറ്റു വ്യക്തികളും തങ്ങളുടെ സമയങ്ങൾ ഹദ്റത്ത് മിർസ സാഹിബിന്റെ പ്രബന്ധം കേൾക്കാനായി സമർപ്പിച്ചു. നിശ്ചയിച്ച ദിവസങ്ങളെക്കാൾ 2 ദിവസം കൂട്ടി. ഈ പ്രബന്ധം അവസാനത്തിലെത്തിയപ്പോൾ ഞാൻ ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് തന്നെ കൈ ഉയർത്തി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ദുആ ചെയ്തു. നോക്കുക, അള്ളാഹു എങ്ങനെയാണ് സത്പ്രകൃതക്കാരായിട്ടുള്ള ആളുകൾക്ക് മാർഗദർശനം നൽകുന്നത്. അല്ലയോ അള്ളാഹുവേ, ഇത് നിന്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചിച്ച അതേ നിന്റെ ദാസനാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ രോഗത്തിൽ നിന്ന് ശമനം നൽകിയാലും. ചുരുക്കത്തിൽ ജലസ കഴിഞ്ഞ് ശേഷം ഞാൻ ജലസാഗാഹിന്റെ വലിയ കവാടത്തിലൂടെ പുറത്തു കടന്നപ്പോൾ അള്ളാഹുവാണ് സത്യം, എനിക്കൊരു രോഗവും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അന്നു മുതൽ ഇന്നുവരെ ആ രോഗം എനിക്ക് പിന്നീടുണ്ടായിട്ടില്ല. അങ്ങനെ അദ്ദേഹം അഹമ്മദിയായി. ഹദ്റത്ത് അല്ലാ ബക്ഷ് സാഹിബ് വിവരിക്കുന്നു, കറമുദ്ദീന്റെ കേസിൽ ആദ്യം ചന്ദുലാൽ ആര്യ ആയിരുന്നു ജഡ്ജി. പിന്നീട് ആര്യ സമാജക്കാരനായ ഒരു സുഹൃത്ത് ഗർദാരിലാൽ അക്കൗണ്ടന്റ് വന്നെന്നോട് ഈ വാർത്ത പറയുന്നു, എനിക്ക് ആര്യ സമാജക്കാരനായ ഗർദാരിലാൽ എന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, അക്കൗണ്ടന്റ് ആയിരുന്നു. അയാൾ എന്നോട് ഈ വാർത്ത പറഞ്ഞു, ഞങ്ങളുടെ കമ്മിറ്റിയിൽ മിർസ സാഹിബിന് കഠിന ശിക്ഷ നൽകണം എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ വാർത്ത കേട്ട് ഹദ്റത്ത് സാഹിബിന്റെ സമക്ഷത്തിൽ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ദുആ ചെയ്യുക. അദ്ദേഹത്തോട് പറഞ്ഞു, ദുആ ചെയ്യുക.
പറയുന്നു, ഏതായിരുന്നാലും ഞാൻ തിരിച്ചു വന്നു. അമൃത്സറിൽ എത്തിയപ്പോൾ സുബൈ നമസ്കാരത്തിന്റെ സമയമായിരുന്നു. ഞാൻ പള്ളിയിൽ പോയി പള്ളിയിലെ മാറ്റിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. എന്റെ ഏകദേശം അടഞ്ഞ ഇടതു ചെവിയിൽ, അദ്ദേഹത്തിന്റെ ഇടതു ചെവി അടഞ്ഞുപോയിരുന്നു. പറയുന്നു, ഇപ്പോഴും അത് അടഞ്ഞു തന്നെയാണുള്ളത്. അന്നും അടഞ്ഞു തന്നെയായിരുന്നു. വളരെ വലിയ ശബ്ദമുണ്ടായി. ചന്തുലാൽ വിധി കൽപ്പിക്കുന്നതിനു മുമ്പ് മരിച്ചുപോകും. ഞാൻ വീണ്ടും ഹദ്രത്ത് സാഹിബിന്റെ സമക്ഷത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഹുസൂർ, ഈ ശബ്ദം എന്റെ ഈ ചെവിയിൽ ശക്തമായ രീതിയിൽ പതിച്ചു. ചന്തുലാൽ വിധി പുറപ്പെടുന്നതിനു മുമ്പ് വധിക്കപ്പെടും. ഇത് സന്തോഷവാർത്തയാണെന്നോ സന്തോഷവാർത്തയുള്ള സ്വപ്നമാണെന്നോ അവിടുന്ന് പറയുന്നു, ദുആ ചെയ്യുക. അതിനുശേഷം ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഒരു മുസ്ലിം മജിസ്ട്രേറ്റ് ആത്മാറാമിനെ ഒരു വെളുത്ത ഗ്ലാസിൽ വെള്ളം കുടിപ്പിക്കുന്നു. എനിക്ക് സ്വപ്നത്തിൽ ആത്മാറാമിന്റേതായി കാണിക്കപ്പെട്ട രൂപം, അതിൽ അയാൾക്ക് കാലിന് അല്പം വൈകല്യമുണ്ടായിരുന്നു. അതിനുശേഷം കേസിന്റെ തീയതി വന്നപ്പോൾ ഞാൻ ഗുരുദാസ്പൂരിലായിരുന്നു. ആരോ ഒരാൾ അവധിയിലോ സ്ഥലം മാറിയോ പോവുകയായിരുന്നു. അയാളെ വണ്ടിയിൽ യാത്ര അയക്കുന്നതിനായി ഏതാനും മറ്റുള്ളവരോടൊപ്പം ആത്മാറാമും വന്നിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ട രൂപമനുസരിച്ച് അയാളെ നോക്കി. പിന്നീട് ഞാൻ അവിടെ പോയി. എവിടെയാണോ ഹദ്രത്ത് സാഹിബ് ഇരുന്നിരുന്നത്, മാറ്റ് വിരിച്ചിരുന്നു. സഹോദരങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാനും ഇരുന്നു. പിന്നീട് ആത്മാറാം സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ കോടതിയിൽ ഞങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് വന്നു. കോടതിയുടെ മുറിയിലേക്ക് 2 വഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഏതോ സുഹൃത്തിനോട് ചോദിച്ചു, ഇയാൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഇയാളുടെ പക്കലാണ് ഹദ്രത്ത് സാഹിബിന്റെ കേസുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇയാളുടെ രൂപം മുമ്പ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ചന്തുലാലിനെ കുറിച്ച് ഇതുകൂടി പറയാം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വയം അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നു. ഒരിക്കൽ ആരോ ഒരാൾ പറഞ്ഞു, മജിസ്ട്രേറ്റ് ചന്തുലാലിന്റെ ഉദ്ദേശം താങ്കളെ തടവിലാക്കാനാണ്. അവിടുന്ന് അപ്പോൾ മാറ്റിൽ കിടക്കുകയായിരുന്നു. എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചന്തുലാലിനെ കോടതിയുടെ കസേരയിൽ കാണുന്നില്ല. അങ്ങനെ അവസാനം അയാൾക്ക് ആ സ്ഥാനത്ത് നിന്ന് താഴേക്ക് പോകേണ്ടതായി വന്നു. മുൽത്താനിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. പിന്നീട് പെൻഷൻ പറ്റി ലുധിയാനയിൽ വന്നു. അവസാനം അയാളുടെ പര്യവസാനവും വളരെ ഭയാനകമായിരുന്നു. അവസാനം അയാൾ ഭ്രാന്തനായി മരിച്ചു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇത്തരം അവസരങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ സ്വയം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹുവിൽ നിന്ന് സ്വാന്തനം ലഭിക്കാറുണ്ടായിരുന്നു. എന്നിരുന്നാലും തന്റെ സഹാബാക്കളോടും പറയുമായിരുന്നു, ദുആ ചെയ്യുക. പിന്നീട് അവർക്ക് എന്തെങ്കിലും സ്വപ്നമോ മറ്റോ വന്നാൽ അത് കേട്ട് അഭിപ്രായവും പറയുമായിരുന്നു. ഹദ്രത്ത് മിർസ ഗുലാം നബി സാഹിബ് വിവരിക്കുന്നു, ഞാൻ ബയ്യത്ത് ചെയ്തപ്പോൾ ഹദ്രത്ത് സാഹിബിന്റെ ഇൽഹാമുകൾ വായിക്കാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ജമീന്ദാർ പത്രത്തിലും അതുപോലുള്ള മറ്റനേകം പത്രങ്ങളിലും ഹദ്രത്ത് സാഹിബിന്റെ ഇൽഹാമിനെതിരിൽ ലേഖനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഞാൻ അധികം അത് വായിക്കാറുണ്ടായിരുന്നു. അത് വായിച്ചതുമൂലം എന്നിലുണ്ടായ സ്വാധീനം ഇൽഹാമുകളുടെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് വ്യാകുലത ഉണ്ടാകാൻ തുടങ്ങി. എതിരാളികളുടെ പത്രങ്ങളിൽ ഇൽഹാമിനെ കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടാകുമായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് വികലമായ വീക്ഷണങ്ങൾ ഉണ്ടാകുമായിരുന്നു. പറയുന്നു, ഇതുമൂലം എനിക്ക് വ്യാകുലത ഉണ്ടാകുമായിരുന്നു. പറയുന്നു, ഒരു ദിവസം ഞാൻ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ദുആ ചെയ്തു, അള്ളാഹുവെ, എനിക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധ്യമല്ല, നിന്റെ അനുഗ്രഹം കൊണ്ട് മനസ്സിലാക്കി തന്നാലും. അതിനുശേഷം പെട്ടെന്ന് ഉച്ചസമയത്ത് എനിക്ക് ഒരു മയക്കത്തിന്റെ ഒരു പുതിയ അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് ആകാശത്ത് നിന്ന് ഒരു നീല നിറത്തിലുള്ള കുതിര ഇറങ്ങുന്നതായി തോന്നി. അത് ഭൂമിയിലേക്ക് അടുത്ത് വരുന്നതോടൊപ്പം അതിന്റെ നിറം ചുവന്നുകൊണ്ടിരുന്നു. അതിന്റെ കഴുത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ ഒരു തീജ്വാല പുറപ്പെട്ടുകൊണ്ടിരുന്നു. എന്റെ ഹൃദയത്തിൽ ഈ ഒരു ഇൽഖാ ഉണ്ടായി, ഇത് നിന്റെ മുർഷദിന്റെ അടയാളമാണ്. അടുത്തുതന്നെ ഈ പ്രകാശം ഭൂമിയിലേക്ക് എത്തിച്ചേരുകയും ശത്രുക്കളുടെ നിറം മഞ്ഞയാക്കി തീർക്കുകയും ചെയ്യും. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഹദ്രത്ത് സാഹിബിന്റെ തിളങ്ങുന്ന നക്ഷത്രം എന്ന ഹഖീഖത്തുൽ വഹിയിൽ രേഖപ്പെടുത്തിയ അടയാളം പ്രകടമായി. അത് ഒരു അടയാളമായിരുന്നു. ഈ അടയാളത്തെക്കുറിച്ച് ഞാൻ സംക്ഷിപ്തമായി അല്പം പറയാം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് പറയുന്നു, ഇതിനുശേഷം എന്റെ ഈ പ്രവചനം ഏതു വിധേനയാണ് പൂർത്തിയായത്? അതിപ്രകാരമാണ്, അതായത്
ഈ തിളങ്ങുന്ന നക്ഷത്രം എന്ന അടയാളം കൃത്യം 1907 മാർച്ച് 31 മാർച്ച് 7-ാം തീയതിയിൽ നിന്ന് 25 ദിവസം അവസാനിക്കുന്ന അന്ന് ഹൃദയം ഭയചകിതമാകുന്ന അഗ്നിയുടെ ഒരു ഗോളം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഒരു ഭയാനകമായ തിളക്കത്തോടൊപ്പം ഇപ്പോൾ അറിയാൻ കഴിയുന്നതനുസരിച്ച്, അതായത് ഇത് എഴുതുമ്പോൾ 700 മൈൽ വേഗതയിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ വേഗതയിൽ അത് ഭൂമിയിൽ വീഴുന്നതായി കാണുകയുണ്ടായി. അത്രമാത്രം ഭയാനകമായ രീതിയിൽ വീണു. ആയിരക്കണക്കിന് ദൈവസൃഷ്ടികൾ അതിന്റെ ദൃശ്യം കണ്ട് അത്ഭുതപ്പെട്ടു. ചിലർ ബോധരഹിതരായി ഭൂമിയിൽ വീണു. അവരുടെ മുഖത്ത് വെള്ളം തെളിച്ചപ്പോഴാണ് അവർക്ക് ബോധം വന്നത്. അധികം ആളുകളുടെയും വിവരണം ഇതാണ്: അത് അഗ്നിയുടെ ഒരു കത്തിജ്വലിക്കുന്ന ഗോളമായിരുന്നു. അത് അങ്ങേയറ്റം ഭയാനകവും അസാധാരണവുമായ നിലയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഭൂമിയിൽ വീഴുകയും പുകയായിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു പോയതായിട്ടാണ് തോന്നിയത്. ചിലരുടെ വിവരണം ഇതാണ്: വാലുപോലെ അതിന്റെ ഒരു ഭാഗത്ത് പുകയുണ്ടായിരുന്നു. ആളുകളുടെയും വിവരണം അത് ഭയാനകമായ ഒരു അഗ്നിയായിരുന്നു എന്നാണ്. വടക്ക് നിന്ന് വരികയും തെക്കോട്ട് പോവുകയും ചെയ്തു. ചിലർ പറയുന്നു തെക്ക് നിന്ന് വരികയും വടക്കോട്ട് പോവുകയും ചെയ്തു. ഏകദേശം വൈകുന്നേരം 5:30 മണിക്കാണ് ഇത് സംഭവിച്ചത്. ഈ വിധത്തിൽ അല്ലാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കൾക്ക് ദുആക്ക് ശേഷം അടയാളങ്ങളിലേക്ക് സൂചന നൽകുകയും പിന്നീട് ആ അടയാളങ്ങൾ പ്രകടമാവുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഈമാന്റെ പുരോഗതിക്ക് അത് കാരണമായി തീർന്നു. ദുആയുടെ സ്വീകാര്യതയിലൂടെയും പ്രകാശപൂരിതമായ അടയാളങ്ങളിലൂടെയും അല്ലാഹു ഈ സഹാബാക്കളുടെ ഈമാനെ കൂടുതൽ ദൃഢവും തിളക്കവുമുള്ളതാക്കി തീർത്തു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ദുആയുടെ യാഥാർത്ഥ്യവും മര്യാദയുടെ ഗ്രാഹ്യവും സഹാബാക്കൾക്ക് ലഭിച്ചു. അല്ലാഹു ഇത് നമ്മിൽ ഓരോരുത്തർക്കും സ്വായത്തമാക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യേണ്ടതാണ്. നമുക്കും തിളക്കമുള്ള അടയാളങ്ങളിലൂടെ ദുആ സ്വീകാര്യതയുടെ അടയാളം കാണിച്ചു തരുമാറാകട്ടെ. നമ്മിൽ ഓരോരുത്തരും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിലുള്ള വിശ്വാസത്തിൽ ദൃഢതയുള്ളവരും അല്ലാഹുമായി പ്രത്യേക ബന്ധം സ്ഥാപിക്കുന്നവരുമായി തീരട്ടെ. ഈ ഒരു ദുആയാണ് ഇന്നും ഓരോ അഹ്മദിയും ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ ഇൽഹാം, അതായത് താൽക്കാലികമോ സ്ഥിരമായതോ ആയ ഒരു വാസസ്ഥലവും ബാക്കിയുണ്ടാവുകയില്ല. ലോകത്തിന്റെ മാറുന്ന അവസ്ഥയനുസരിച്ച് ലോകമഹായുദ്ധത്തിന്റെ ഭീതിയുള്ളപ്പോൾ ഇതിനുവേണ്ടിയും ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹു ഓരോ അഹ്മദിയെയും ഇതിൽ നിന്ന് സുരക്ഷിതമാക്കി വെക്കട്ടെ എന്നല്ല, മനുഷ്യ സമൂഹത്തെ സുരക്ഷിതമാക്കി വെക്കട്ടെ. ഈ വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ ഇല്ലാതായി തീരട്ടെ. ഇൻഷാ അല്ലാഹു തആല ഏതാനും ആഴ്ചകൾക്കായി ഞാൻ വീണ്ടും യാത്ര പോവുകയാണ്. അല്ലാഹു ഇത് എല്ലാവിധത്തിലും അനുഗ്രഹീതമാക്കി തീർക്കുന്നതിനായി ദുആ ചെയ്താലും അമേരിക്കയിലെയും കാനഡയിലെയും ജലസ എല്ലാവിധത്തിലും അനുഗ്രഹീതമായി തീരട്ടെ. ലോകത്തിലെ മറ്റു ചില രാജ്യങ്ങളിൽ പാകിസ്ഥാനെ കൂടാതെ തന്നെ അഹമ്മദികളുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഈ കുഴപ്പമുണ്ടാക്കുന്നവർക്ക് ഇതിൽ ഭരണകൂടങ്ങളുമുണ്ട്. തന്റെ ശക്തി പ്രഭാവത്തിന്റെ അടയാളം കാണിച്ചുകൊണ്ട് ഇവരുടെ കുഴപ്പം ദൂരീകരിക്കുമാറാകട്ടെ. അഹമ്മദിയത്തിന്റെ സത്യം പ്രകടമാക്കുമാറാകട്ടെ. അഹമ്മദികളെ എല്ലായിടങ്ങളിലും എല്ലാവിധത്തിലുമുള്ള കുഴപ്പങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കി തീർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان
وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر